എന്റെയും കുടുംബത്തിന്റെയും മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ജീവിതം മതിയായെന്ന എന്റെ തീരുമാനത്തിന് എന്റെ ഭാര്യ മകളെ ഞാൻ ഒപ്പം കൂട്ടുക. ഇച്ചായ, നമ്മുടെ മോള കർത്താവിനോർത്ത് അവളെ ഒന്നും ചെയ്യല്ലേ ഇച്ചായ. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നു. മോളെ ഒന്നും ചെയ്യല്ലേ ഇച്ചായ. മോളെ ഒന്നും ചെയ്യല്ലേ ഇച്ചായ. ആ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ, ഇന്നലെ അയച്ച കൊട്ടേഷന് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സർ. അഷ്റഫാണ് അത് അയച്ചത്. അഷ്റഫിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഓക്കെ സർ. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്പ്ലനേഷൻ ഫ്രം യു. നിങ്ങളിവിടെ ജോലി ചെയ്യുന്നത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാനല്ല. മര്യാദയ്ക്ക് ജോലി ചെയ്യാനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും ഇവിടെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ പറഞ്ഞു വിടും. മനസ്സിലായോ? സോറി സർ. സോറി സർ, ഇനി ആവർത്തിക്കില്ല. ഇയാളുടെ കൂടെ ജോലി ചെയ്യുന്നതിന് പകരമുണ്ടല്ലോ വല്ല ട്രെയിനും തലവെക്കണേന്ന്. എന്നാ പിന്നെ അതാ നല്ലത്. താനാ വഴി നോക്ക്. 10 തവണയെങ്കിലും ആൾക്കാരെ കടിച്ചു കയറിയ ആള് ഇയാളുടെ വീട്ടുകാരൊക്കെ എങ്ങനെ സഹിക്കണാവോ? തെണ്ടി. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. വാടോ, ഞാൻ തന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. 4-ന് മുന്നേ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലയന്റിന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കണം. ഈ വീക്കിനുള്ളിൽ അപ്രൂവൽ എടുക്കണം. ഓക്കെ. ഇല്ലെങ്കിൽ എന്റെ നാട്ടിൽ പോക്ക് പിന്നെ വൈകും. സാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇന്നത്തെ മീറ്റിങ്ങോട് കൂടി നമ്മൾ അപ്രൂവല് നേടിയിരിക്കും. ഓക്കെ, അതെനിക്ക് 100% ഉറപ്പാണ്. ഓക്കെ. ഞാൻ നേരത്തെയും കാണിച്ചപ്പോൾ നീ പറഞ്ഞത്. രാവിലെ കേട്ടതിന്റെ ബാക്കിയൊന്നും കിട്ടാണ്ടിരുന്നാ മതിയായിരുന്നു. ഇച്ചയ, ഇന്നെങ്കിലും നേരത്തെ വരുമോ? വീട്ടിലെ സാധനങ്ങളെല്ലാം തീർന്നിരിക്കുന്നു. ഷോപ്പിൽ പോണം. ഇന്ന് ഞാൻ ബിസിയാ. ഞാനൊരു കാര്യം ചെയ്യാം. നിന്റെ കസിൻ ഉണ്ടല്ലോ, മനു, അവനെ വിളിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടാം. ഓക്കെ? ബിസിയാ, പിന്നെ വിളിക്കാം. ഓക്കെ. ഹലോ അച്ചായ. ആ മനു, തിരക്കിലാണോ?
അല്ല ചായ എന്തു പറ്റി? നാൻസിക്ക് ഷോപ്പിലൊന്ന് പോണെന്ന് പറഞ്ഞു. ബിസി അല്ലെങ്കിൽ വീട് വരെ ഒന്ന് പോകാവോ? ഓ അതിനെന്താ, എനിക്കേ ഒരു ചെക്ക് കളക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകാം. ആ ശരി, എന്നാ അവളെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണേ. ഓ ഞാൻ വിളിച്ചോളാം. ഓക്കെ, താങ്ക് യു. ഹലോ. ആ മോളു, നീ എത്തിയോ? മമ്മി എന്താ ഡോർ തുറക്കാത്തെ? ആ ഓക്കെ, ഞാൻ മനുവിന്റെ കൂടെ പുറത്താണേ. മമ്മി ഞാനിവിടെ ഫ്ലാറ്റിന് മുമ്പിൽ നിൽക്കാ. ആ മമ്മി ഒന്ന് വേഗം വരാൻ നോക്ക്. ഓക്കെ, ഞാൻ വേഗം എത്താട്ടോ. ശരി, ബൈ. എന്തായി മോളെ, എക്സാം എങ്ങനെയുണ്ടായിരുന്നു? നാളത്തോടെ കഴിയും. ഓഫീസ് തിരക്ക് കൂടുതലാണോ? യെസ്, ലോട്ട് ഓഫ് പെൻഡിങ് വർക്ക്സ്. ഇയർ എൻഡിങ് ഓൾസോ. നോ. മോള് ഫുഡ് കഴിച്ചോ? നോ. ഡാഡിക്ക് ഞാൻ ടീ എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. യു ക്യാരി ഓൺ. ഓക്കെ. സാധനങ്ങളൊക്കെ മേടിച്ചോ? വാങ്ങിച്ചു. ഡാഡ് വാ കഴിക്കാം. മോള് കഴിച്ചോളൂ കേട്ടോ, കുറച്ച് ഒഫീഷ്യൽ വർക്ക് ഉണ്ട്. മമ്മി വാ ഫുഡ് കഴിക്കാം. നീ എടുത്ത് കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. മമ്മി പ്ലീസ് വായോ. ഫുഡ് കിച്ചണിലിരിപ്പുണ്ട്, അതെടുത്ത് കഴിപ്പിക്കാനും ഞാൻ വരണോ? വേണമെങ്കിൽ എടുത്ത് കഴിക്ക്. നല്ല ക്ഷീണം, ദേഹം മുഴുവൻ ഭയങ്കര വേദന. നിങ്ങൾക്ക് എന്നാ ക്ഷീണം ഇല്ലാത്തത്? ഒരു ഒഴിവ് ദിവസം കിട്ടിയാൽ നിങ്ങൾക്ക് ഉറങ്ങി തീർക്കണം. ഒരുമിച്ചൊന്ന് പുറത്തു പോയിട്ട് കാലം എത്രയായി? ക്ഷീണം അത്രേ ക്ഷീണം. എന്തുപറ്റി? കുറെ നേരമായാലും ഈ ഇരിപ്പ്. വീട്ടിൽ വീണ്ടും മമ്മിയും പപ്പയും വഴക്കായോ? എന്നും അത് തന്നെയല്ലേ, പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. വല്ലാതെ മനസ്സിനെ അലട്ടുന്നു. തന്നെ കാണുന്നതും ക്ലാസ്സിന് പോകുന്നതും ആശ്വാസം. വീട്ടിലോട്ട് പോകാനേ തോന്നുന്നില്ല. ഏയ് അങ്ങനെയൊന്നും തോന്നണ്ടോ. സ്നേഹക്കൂടുതലുള്ളിടത്തേ വഴക്കുണ്ടാവുള്ളൂ. അല്ല, അങ്ങനെയല്ല. മമ്മിക്ക് മമ്മിയുടെ വഴി, ഡാഡിന് വേറെ വഴി. ഇതിനിടയ്ക്ക് എന്റെ കാര്യം. ഞാൻ പറയാറില്ലേ, ഇതൊക്കെ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്ന വഴക്കാണ്, അല്ലാതെ അവർ തമ്മിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലടോ. എനിക്ക് വാ, നമുക്ക് കുറച്ചേരം നടക്കാം. തൻ്റെ മൈൻഡൊന്ന് മാറട്ടെ, ഒരു കോഫി ആവാം. കഴിഞ്ഞ 4 വർഷമായി നിന്റെ പപ്പ എനിക്കറിയാവുന്നതല്ലേ. കാര്യമായ ഫ്രണ്ട് സർക്കിൾ ഇല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം. പിന്നെ ഇവിടുത്തെ ഈ ജോബിൻ്റെ ടെൻഷൻ മാറിയ സമയം ഉണ്ടാവില്ല അദ്ദേഹത്തിന്. എന്റെ ഫ്രണ്ട്സ് എല്ലാം ഫാമിലിയോടൊത്ത് എൻജോയ് ചെയ്യുമ്പോൾ എന്റെ വീട്ടിൽ ഒന്നിനും സമയം കിട്ടുന്നില്ല ആർക്കും. ചില നേരത്തെ വിഷമം തോന്നും. താൻ ഇതൊന്നും കാര്യാക്കണ്ട. താൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കേ. സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ അവരുണ്ടാവും.
താൻ ചുമ്മാ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. മര്യാദയ്ക്ക് നിന്നോ, ഇല്ലെങ്കിൽ ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ വിചാരിക്കില്ല. ഒരു കാര്യത്തിന് ഇവിടെ ആരും കിട്ടില്ല. അങ്ങേരാണെങ്കിൽ ഒരു സാധനം വാങ്ങിത്തരില്ല. എന്തെടുത്ത് വെക്കാനാ ഞാൻ? ഈ കൂട്ടിന്നൊന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും വാങ്ങിക്കാന്ന് വെച്ചാലോ, അതിന് പാതിരാത്രിയാണല്ലോ കേറി വരുന്നേ. പിന്നൊന്നും വാങ്ങണ്ടല്ലോ. മമ്മി എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അല്ലേലും നീയും അപ്പനും ഒന്നാണല്ലോ. എന്നെ കേൾക്കാൻ മാത്രം ഒരാളും ഇല്ല ഇവിടെ. കഴിച്ചാ? ആ മോളുറങ്ങിയോ? ആ ഉറങ്ങി. ഇന്ന് നേരത്തെ വരാന്ന് പറഞ്ഞിട്ട് എന്തേ വന്നില്ല? നാളെ പാചകം ചെയ്യാൻ ഇവിടെ ഒരു സാധനവും ഇല്ല. കുറച്ച് തിരക്കായി പോയി. നിങ്ങക്ക് എന്നാ തിരക്കില്ലാത്തത്? ഒന്ന് വിളിച്ചാ പോലും ഫോൺ എടുക്കാൻ പറ്റാത്ത തിരക്കാണല്ലോ. മീറ്റിംഗിലായിരുന്നു. അത് കഴിഞ്ഞാ തിരിച്ചു വിളിക്കാലോ. വെറും ജോലിക്കാരി മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ, ഇവിടുത്തെ കാര്യവും ശ്രദ്ധിക്കണം. ഞാൻ എന്താ ഇനി ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളെയൊക്കെ നന്നായിട്ട് പോറ്റാൻ വേണ്ടിയല്ലേ ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. മോളെ നന്നായിട്ട് നല്ല രീതിയിൽ കെട്ടിച്ചു വിടണം, ഒരു വീട് വെക്കണം. ഇതിനൊക്കെ പണം വേണം. എന്റെ മാത്രം കാര്യത്തിനാണോ ഞാൻ ജോലിക്ക് പോകുന്നത്? വീട്ടിൽ വന്ന് കയറുമ്പോ ഉടനെ തുടങ്ങിക്കോണം വഴക്ക്. പാതിരാത്രിക്കാണല്ലോ കയറി വരുന്നത്. കാശുണ്ടാക്കുന്ന തിരക്കിനിടയിൽ ഇവിടെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം മറക്കണ്ട. ആ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യിക്ക്. ഈ പ്രൊജക്റ്റ് ഒന്ന് കഴിയാൻ വേണ്ടിയാ നീട്ടി വെച്ചത്. താനും കുടുംബവും വരുന്നില്ലെന്ന് വൈഫ് പരാതിപ്പെട്ടു. പറ്റുമെങ്കിൽ ഇറങ്ങടോ. വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷേ ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ തന്നെ നേരെ ഒരുപാട് വൈകും. പിന്നെ മടിയാ ഈ ട്രാഫിക്കിലോട്ട് ഇറങ്ങാനായിട്ട്. ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞല്ലോ ദുബായിലേക്ക് മാറാൻ. ഇവിടുത്തെ റെന്റിന്റെ പകുതി മതി എനിക്ക് അവിടെ. പിന്നെ എൻ്റെ മോള് വലുതായി വരികയല്ലേ, ഇനി അവളുടെ കാര്യമൊക്കെ ഒന്ന് കഴിയട്ടെ സാറേ, എന്നിട്ട് നോക്കാം. ഒരു ലക്ഷ്യത്തിന് വേണ്ടി വഴി മാറി നിന്നിട്ട് അവസാനം ജീവിക്കാൻ മറന്നു പോലോടോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? തനിക്ക് എന്നെ കല്യാണം കഴിച്ചൂടെ? ആ, എന്റെ പെണ്ണിനെ 2 മക്കളെന്താ വഴിയാതാരാക്കൂല്ലേ? അവന്റെ നിഴൽവട്ടത്ത് പോലും ഞാൻ വരില്ല. ആർക്കും ഞാനൊരു തടസ്സാവില്ല. ഷിബുവിന്റെ തണലിൽ എനിക്ക് ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്കറിയാം എന്നെ സ്നേഹിക്കാനും ലാളിക്കാനും ഉള്ള നല്ലൊരു മനസ്സ് ഷിബുവിനുണ്ടെന്ന്. ഞാനും ജിൻസിയും തമ്മിൽ എത്ര വയസ്സിന് ഡിഫറൻസ് ഉണ്ടെന്നറിയോ? ഇതൊക്കെ തന്റെ പ്രായത്തിന്റെയാ. ജിൻസിയുടെ ആഗ്രഹങ്ങൾ പപ്പയും മമ്മിയും മനസ്സിലാക്കുന്നില്ല. അവരുടെ വഴക്കിന് മുമ്പിൽ എന്നും ഒറ്റപ്പെട്ടു പോകുന്ന തന്റെ ഈ അവസ്ഥയാണ് എന്നോടിപ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ള കാരണം. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ മക്കളെ പ്ലേ സ്കൂളിലും മറ്റുള്ളവരുടെ വീട്ടിലുമൊക്കെ നിർത്തുമ്പോൾ ആരും മനസ്സിന്റെ ആഴങ്ങളിൽ സ്പർശിക്കാൻ സമയം കണ്ടെത്താറില്ല. പിന്നെ കുറെ ഫാസ്റ്റ് പിന്നെ കുട്ടിയൊന്ന് മുതിർന്ന നീ വലിയ കുട്ടിയായില്ലേ എന്ന കുറ്റപ്പെടുത്തലും. സത്യത്തിൽ സ്നേഹവും ലാളനയും പ്രതീക്ഷിക്കുന്നിടത്ത് കിട്ടുന്നത് റെഡിമെയ്ഡ് സാധനങ്ങളാണെന്ന് മാത്രം. ജിൻസിക്ക് താഴെ ഒരാളില്ലാത്തതുകൊണ്ട് ആരോടൊന്നും പറയാനുമില്ല, പങ്കുവെക്കാനുമില്ല. ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറും. അപ്പം തൻ്റെ തീരുമാനങ്ങളും മാറും. പക്വതയില്ലാത്ത തീരുമാനങ്ങളൊന്നും അന്നും ഉണ്ടാവില്ല. തൻ്റെ വീട്ടിലെ അവസ്ഥകൾ മാറും. തന്നോട് അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലോ, അതവർക്ക് പ്രകടിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടാ. ജിൻസി എല്ലാം പ്രതീക്ഷകളല്ലേ. താൻ ആഗ്രഹിക്കുന്നൊരു ജീവിതം തനിക്കുണ്ടാവും. എൻ്റെ ഉമ്മ 2 ദിവസമായിട്ട് ഹോസ്പിറ്റലാണ്.
അസുഖം പെട്ടെന്ന് മാറുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുമോ ഞാൻ? ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേണ്ടിയല്ലേ കുട്ടി നമ്മുടെ ജീവിതം തന്നെ. തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കൂടോ. ഹായ് രാകേഷ്. ഞാനിവിടെ ബീച്ചിലുണ്ട്, നമ്മുടെ സ്ഥിരം സ്ഥലം. നീ ഇവിടെ ഉണ്ടാ? എങ്കിൽ വാ, ഇങ്ങോട്ട് വാ. ശരി എന്നാ. രാകേഷ് വരുന്നുണ്ട്. താനെന്നാ കണ്ണെല്ലാം തുടച്ച് ഉഷാറായി നിൽക്കേ. ഹായ്ഡാ. എന്തുണ്ടാ? ഹായ് ജിൻസി. ഇടയ്ക്കേറി ബുദ്ധിമുട്ടിച്ചോ? ഇത് എപ്പോഴുള്ളതല്ലേ ഇടയ്ക്ക് കയറി വരുന്നത്? ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ജിൻസി ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, വാ. വെയിറ്റ് കുറച്ചുകൂടി കൂട്ടി കളിക്ക്. അപ്പർ ചെസ്റ്റ് കളിച്ചതല്ലേ, ഇനിയിപ്പോൾ ഇതും കൂടി മതി. അളിയാ, ഇന്നലെ ഒരു ഫിലിപ്പീനി പെണ്ണിൻ്റെ കൂടെ പോകുന്നുണ്ടോ? നമുക്ക് പറഞ്ഞ ഒപ്പിച്ചാ മച്ചാനെ. പിന്നെ എടാ, ഇതൊക്കെ ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അല്ലാതെ മസിൽ മാത്രം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. റൂം എടുത്തരാനും എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം. ഇനി വാ, അപ്പോൾ കാണിച്ചു തരാം. എടാ, പെമ്പിള്ളേരെ വീട്ടാൻ നിന്റെ ഈ ഉണങ്ങിയ മോന്തായം കൊണ്ടൊന്നും കാര്യമില്ല. അതിനൊരു നാക്കുണ്ട്. നീ ഒരു പണി, ഒരു ഫുള്ളും മേടിച്ച് വീട്ടിലോട്ട് വാ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിരിക്കാം. ഓക്കെ, ശരി. മതി, ഇന്നത്തേക്കുള്ളതായി, നിർത്തിക്കോ. അവനൊക്കെ എന്ത് വിചാരിച്ചാലും നടക്കും. കുഴിച്ചുമൂടാനുള്ള പൈസ അവൻ്റെ കയ്യിൽ. എന്നാണാവോ നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുന്നത് അല്ലേ? ഹലോ ഹലോ. I'm sorry, extremely sorry. It's okay. I was on the phone, I didn't see you. സാരമില്ല, I'm all right. മലയാളിയാണല്ലേ? എൻ്റെ കൂടെ വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട. കുഴപ്പമില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. കമോൺ 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 പ്ലീസ്. താങ്ക്സ്. എവിടെയാ പോണ്ടേ? റൂം എവിടെയായിട്ടാ? ഇവിടെ അടുത്താണോ? സാറിനെ കരാമേൽ ഇറക്കി വിട്ടാ മതി. ആ ശരി. സർ, എന്നെ ആ ബിൽഡിങ്ങിന്റെ അവിടെ ഇറക്കിയാൽ മതി. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല. സാറിനെ കാണാൻ ഞാൻ 2 തവണ ഓഫീസിൽ വന്നായിരുന്നു. ബട്ട് സാറ് കുറച്ച് ബിസി ആയിരുന്നു. ഓ റിയലി? അതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഗ്ലോബലില്. ഓ ഗ്ലോബൽ, യാ 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 ഐ നോ. ഞാൻ പൊയ്ക്കോട്ടെ സർ? ശരി. താങ്ക് യു സർ. യാ ബൈ ദ ബൈ, ഞാൻ പേര് ചോദിച്ചില്ല. വർഷ. നൈസ് നെയിം. ഓക്കെ മിസ് വർഷ, നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് വന്നാൽ മതി കേട്ടോ. ഇതെൻ്റെ വിസിറ്റിംഗ് കാർഡ്. ഷുവർ സർ. ഹലോ, താൻ എവിടെയാടോ? വീട്ടിലുണ്ടെന്തേ? എടോ, ഞാൻ നാട്ടിൽ പോവാടോ. ഉമ്മയ്ക്ക് തീരെ സുഖമില്ല, ഹോസ്പിറ്റലാ. ഉമ്മയ്ക്ക് എന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് ഞാൻ ടിക്കറ്റ് എടുത്തു. അയ്യോ, ഞാൻ വരാം, എനിക്ക് നിന്നെ കാണണം. അതൊന്നും വേണ്ട, എന്തായാലും ഞാൻ പോയിട്ട് വന്നിട്ട് കാണാം. പറ്റില്ല, ഞാൻ കോഫി ഷോപ്പിൽ വരാം. തൻ്റെ പോകാനുള്ള പൈസ ഉണ്ടോ? തൽക്കാലം ഞാൻ രാകേഷിനോട് ചോദിച്ചിട്ടുണ്ട്, അവൻ തരാന്ന് പറഞ്ഞിരിക്കുക. ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഓക്കെ എന്നാ ശരി, ഞാൻ അങ്ങോട്ട് വരാം. ദാ ഇത് വെച്ചോ, ചെലവ് ഒരുപാട് കാണും. ഏയ് അതൊന്നും വേണ്ടോ, ഞാൻ ക്യാഷ് റെഡിയാക്കിയിട്ടുണ്ട്. ഏയ് ഇത് വാങ്ങിക്ക് പ്ലീസ്, എനിക്കറിയാം ഇനി ഇത് തിരിച്ചു തരാൻ ഓവർ ടൈം ഒന്നും ചെയ്യണ്ട. വാങ്ങിക്ക്.
ആ സോറിടാ, ഇപ്പോഴേ പാർട്ടി കഴിഞ്ഞ, അതാ ലേറ്റ് ആയത്. അതെ, പുറത്ത് ഭയങ്കര ട്രാഫിക്കാ, കുറച്ച് നേരത്തെ ഇറങ്ങണോട്ടോ എയർപോർട്ടിലേക്ക്. അത് കുഴപ്പമില്ല, നമുക്ക് പോവാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, വൈകിയതിന് വീട്ടിൽ പ്രോബ്ലം ആവും. ഞാൻ കൊണ്ടാക്കണോ? ഏയ് വേണ്ട, കുഴപ്പമില്ല, ഞാൻ ശരി, താൻ പൊക്കോളാം. പൊയ്ക്കോ. ഉം. ഹലോ. ഹലോ സർ, വർഷയാണ്. ഹായ് വർഷ, ഇന്നിങ്ങോട്ട് വരുന്നുണ്ടോ? വന്നോട്ടെ. എപ്പോഴാ ടൈം? യു ക്യാൻ കം അറ്റ് എനി ടൈം. ഓക്കെ സർ. താങ്ക് യു, താങ്ക് യു. ഹലോ. ഹായ് ജിൻസി. ഹായ്. ഷിബു നാട്ടിൽ പോയോണ്ട് ഒറ്റയ്ക്കായോ? ഏയ് അങ്ങനെയൊന്നുമില്ല, എന്നത്തെയും പോലെ ഇവിടെ വന്ന് ചുമ്മാ ഇരുന്നേ ഉള്ളൂ. എന്നെ ഒരു കമ്പനി തരാം. അല്ല, ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോയേക്കാട്ടോ. ഏയ് എന്തിന്? ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? സ്വന്തം സ്ഥാപനമല്ലേ, ഇതുവരെ അവിടെ ആയിരുന്നു. പിന്നെ എനിക്കറിയാം താനിവിടെ ഉണ്ടാവുമെന്ന്. എന്തെങ്കിലും മിണ്ടി മറിഞ്ഞിരിക്കാന്ന് വിചാരിച്ചു വന്നാ. പിന്നെ ഷിബു വരുന്നവരെ ഞാൻ ക്ലാസ്സിൽ കൊണ്ട് വിടാട്ടോ, അവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വിളിച്ചാൽ മതി. നിനക്കൊന്ന് വിളിച്ചിട്ട് വരായിരുന്നില്ലേ? എന്തെങ്കിലും ഉണ്ടാക്കി വെക്കായിരുന്നു. ഏയ് അതൊന്നും സാരല്ല ചേച്ചി, ഞാൻ ഇവിടെ അടുത്തൊരു ഓഫീസിൽ വന്നതാ. അതെയോ? ചുമ്മാ ഒരു വിസിറ്റ്. ഓ, ഭക്ഷണം കഴിക്കാൻ വേറൊരു ദിവസം വരാം. ആ കൊറേ ആയല്ലോ ഇങ്ങോട്ട് വന്നിട്ട്. മമ്മിയുടെ ആവശ്യത്തെ ഇടയ്ക്ക് വരാറുണ്ട്. പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? ആ അടിപൊളിയായിട്ട് പോകുന്നു. ഉം. മമ്മി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഞാൻ കൊണ്ടുവിടാം. വേണ്ട വേണ്ട, എന്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ഞാൻ പൊക്കോളാം. ആ ശരി. ഹലോ. ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഏയ് പോകാം. ഹലോ. ആ വർഷ, ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. കുറച്ചു നേരം കൂടി സാറിനോട് സംസാരിക്കണം തോന്നി. അല്ല, താൻ നാളെ വരുമോ? വരാം. എന്തിനാ എന്നെ കൂടെ കൂടെ കാണുന്നത്? അല്ല, ഒന്ന് കാണാമല്ലോ.
ഹലോ. ആ ആ അതെ, ശരി ശരി, വരാൻ പറയൂ. ഓക്കെ. സാർ സാർ ഞാനേ പറഞ്ഞ പ്രോജക്റ്റിന്റെ കാര്യം എന്തേ? അത് പിന്നെ ഇത് വലിയൊരു പ്രൊജക്റ്റാണേ. നിങ്ങളുടെ കമ്പനിയേക്കാളും 500,000 കുറവാണ് മറ്റുള്ള കമ്പനി കൊട്ടേഷൻ തന്നത്. ഞാനൊന്ന് നോക്കട്ടെ. സാർ പ്ലീസ് എനിക്ക് വേണ്ടി അപ്രൂവൽ തന്നൂടെ? എൻ്റെ ഡ്രീമാണ് ഈ പ്രോജക്റ്റ്. സാർ പ്ലീസ്. സാറാണ് ഈ കമ്പനിയുടെ ഫൈനൽ അപ്രൂവൽ എന്ന് എനിക്കറിയാം. താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് അപ്രൂവൽ തരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വേണ്ടത് ചെയ്യാം കേട്ടോ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളില്ലാത്തപ്പോ കേട്ടാ പോരെ റേഡിയോ? പലപ്പോഴും ഒന്ന് പുറത്തിറങ്ങുന്നേ. എന്തെങ്കിലും സംസാരിച്ചിരുന്നൂടെ? വീട്ടിൽ വന്നാലോ അച്ഛന് സമയവുമില്ല. ഇതിനും മാത്രം എന്താ സംസാരിക്കാനുള്ളത്? ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നില്ലേ? പിന്നെന്താ, ഞാൻ സംസാരിക്കുന്ന ആംഗ്യ ഭാഷയിലാണ് സംസാരിക്കുന്നത്. കുറച്ചൊരു കേട്ടാ തോന്നും. ഹലോ. ഹലോ. നീ ഇന്ന് വരുന്നുണ്ടോ? ഇല്ല ചേച്ചി. ചേച്ചി ഫ്രീ ആണോ? പ്രത്യേകിച്ചൊന്നുമില്ല, മോള് പോയി. ഞാൻ റാസലൈമിൽ പോവാണ്. വരുന്നോ ഒരു കമ്പനിക്ക്? ആണോ? എന്നാ ഞാനും വരാം. വൈകുന്നേരം മുമ്പ് തിരിച്ചെത്താം. ഓക്കെ, എന്നാ ഞാൻ റെഡി ആവട്ടെ. എന്നാ ഒരു 1/2 hour ഞാൻ ഫ്ലാറ്റിന് താഴെ എത്താം. ശരി. ഞാനങ്ങോട്ട് ഇറങ്ങുക. ഓക്കെ മോളു. ഇച്ചയ, എനിക്കൊന്ന് പള്ളിയിൽ പോണം. ഇന്ന് നേരത്തെ വരാൻ പറ്റുമോ? ഞാൻ നോക്കട്ടെ, ഞാൻ വിളിക്കാം. മോളെ, ഇന്ന് വൈകിട്ട് പള്ളിയിൽ പോണേ. എവിടെയും കറങ്ങിത്തിരിഞ്ഞ് നടക്കാണ്ട് വീട്ടിലെത്താൻ നോക്കണേ നേരത്തെ. ഇല്ല അമ്മി, ഞാൻ നേരത്തെ വരാം. ശരി. ഹായ് സാർ. ഹായ്. സോറി സാർ. സാർ വിളിച്ചത്? ഒന്നുമില്ല, എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൈം കിട്ടുമോന്നറിയില്ല. എനിക്ക് തന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്നേ, അതുകൊണ്ടാണ് വിളിച്ചേ. സാർ പ്രൊജക്ടിന്റെ അഡ്വാൻസിന് ചെക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. യെസ്, അതൊക്കെ റെഡിയാണല്ലോ.
യു ക്യാൻ ഗോ ആൻഡ് കളക്ട് ഫ്രം ദ ഓഫീസ്. എപ്പോഴാ സർ നമുക്കൊന്ന് ഒരുമിച്ച് പുറത്ത് ഔട്ടിങ്ങിന് പോകാൻ പറ്റുന്നത്? അതൊക്കെ ഉടനെ ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയാം. താങ്ക് യു സർ. നോക്കിക്കോ. ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോവാം. തന്റെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സർപ്രൈസ് ആയിരിക്കും അത്. ഓ റിയലി? പറ എന്താന്ന് പറ. പറയില്ല, അത് അവിടെ ചെന്ന് നോക്കാം. എനിക്കൊന്ന് ബാങ്കിൽ പോകണം. മാക്സിമം ഹാഫ് ആൻ അവർ, അത് കഴിഞ്ഞ് പോവാം. ഓക്കെ. ഓക്കെ. ഒരുപാട് കഴിച്ചു. അത് സാരമില്ല, ഒരെണ്ണം കൂടെ അയ്യോ, കഴിക്കും. വേണ്ട. പലപ്പോഴല്ലേ വരുന്നുള്ളൂ. മതി ചേച്ചി. അത് ഒരുപാട് സാരമില്ല, കഴിച്ചു. അത് വയറ് സാരമില്ല, സാരമില്ല, സാരമില്ല. ഇതും കൂടി അല്ല കഴിക്കും. മതി. അയ്യോ, ഷർട്ട് ഒരുത്താൻ ഞാൻ വാഷ് ചെയ്ത് തരാവേ. നന്നായില്ലേ? കുഴപ്പമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ആ പിന്നെ നിങ്ങൾ പറഞ്ഞ പോയിന്റ് വളരെ നല്ലതാണ്. നിങ്ങളെപ്പോലുള്ളവരുടെ ഡെഡിക്കേഷനാണ് ഒരു കമ്പനിയുടെ ബിസിനസ് കൂട്ടുന്നത്. എടോ, തൻ്റെ GM നാട്ടിൽ പോയിട്ട് വന്നില്ലേ? ബോസ് അദ്ദേഹത്തിന്റെ മകന്റെ അഡ്മിഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവധി കുറച്ച് നീട്ടിയിട്ടുണ്ടോ? ആ, നിങ്ങളുടെ ആ ഫണ്ട് മാനേജ്മെന്റ് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണ് കേട്ടോ. റിയലി യു ഹാവ് ഇൻസ്പയർഡ് മീ എ ലോട്ട്. ഓക്കെ, വി വിൽ മീറ്റ് യു അഗൈൻ. ഓക്കെ. ജിൻസി, ജിൻസി മോളെ, ജിൻസി. എടാ, നീ എന്റെ മകളുമായിട്ട് എന്താടാ ബന്ധം? അവൾ എന്തിനാടാ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയത്? കൈയെടുക്കടോ, കൈയെടുക്കാൻ. അങ്ങനെ പല പെണ്ണുങ്ങളും എന്നെ തേടി വരും. അവർക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കാറുമുണ്ട്. എടാ, നീ എന്റെ മോളെ എന്താടാ ചെയ്തേ? താനാദ്യം മോളെ നല്ല രീതിയിൽ വളർത്താൻ പഠിക്കും. അല്ലെങ്കിലേ അവളിങ്ങനെ സുഖം തേടി നടക്കും. ഇതുപോലെ നല്ല ആമ്പിള്ളേര് വന്ന ആ കടിയങ്ങ് തീർത്തും കൊടുക്കും. പിന്നെ കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. എണീറ്റ് പോടോ. ചേച്ചി, ആ? ദാ ഈ ഫോട്ടോ ഉണ്ടോ? നോക്കട്ടെ. കൊള്ളാലോ. ഇതെങ്ങനെയുണ്ട്? അച്ചായ, ഇച്ചയ, ഇറങ്ങിപ്പോടാ, അച്ചായ, ഇറങ്ങിപ്പോടാ. ഇച്ചയം കരുതുന്ന പോലെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഫോട്ടോ മൊബൈലിൽ കാണിച്ചു തന്നതാ. എന്റെ മുറിന്ന് ഇറങ്ങിപ്പോടി. അമ്മയും മോളും എന്നെ തോൽപ്പിച്ചോണ്ടിരിക്കുക അല്ലേ? കർത്താവാണ്, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ എന്റെ അനിയനെ പോലെയല്ലേ ഇച്ചയ. ഇച്ചയ, ഞാൻ പറയുന്ന സത്യമാ. കർത്താവാണ്, നമ്മുടെ മോളാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ആരെയും കാണണ്ട. അയ്യോ, എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇച്ചയ, എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോടി. അയ്യോ. ഞാൻ ഒരു ദിവസം നേരത്തെ വന്നപ്പോ ഇതാണ് അവസ്ഥ. അപ്പൊ നീ ഒരു ദിവസം എത്ര പേരവിടെ വിളിച്ച് കയറ്റുന്നുണ്ടേ? ഇറങ്ങിപ്പോടി വെളിയില്. എന്റെ മോളെ നീ നശിപ്പിച്ചല്ലേ? ദേ,
അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. അനാവശ്യം നിനക്ക് കാണിക്കാലടി. എന്ത് അനാവശ്യം നിനക്ക് കാണിക്കാം. ഇറങ്ങി പോടി വെളിയില്. എനിക്കിനി ഇവിടെ ആരെയും കാണണ്ട. ഇറങ്ങടി വെളിയില്. മമ്മി എന്താ ഡാഡി ഇങ്ങനെ? എനിക്കറിയില്ല മോളെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മനുവിന്റെ ഷർട്ടിൽ കറി വീണപ്പോ അതെടുത്ത് വാഷ് ചെയ്തു. ഒരുമിച്ചൊരു റൂമിലിരുന്നു. എന്റെ അനിയനല്ലേ അവൻ. മമ്മി മമ്മി പ്ലീസ് കരയല്ലേ. ഹലോ. ഹലോ വർഷ, ഞാൻ കുറെ ആയല്ലോ ട്രൈ ചെയ്യുന്നു. എന്താ എടുക്കാത്തെ? സോറി സർ, ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാം. വേറൊരു കോള് വരുന്നുണ്ട്. വർഷ വർഷ الهاتف المتحرك الذي طلبته مغلق. يرجى الاتصال لاحقا. شكرا. അവിടെ വെച്ചേക്ക്. എന്താ വർഷ ഇത്? ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് തവണ വിളിച്ചു നോക്കി. എന്താ ഫോൺ എടുക്കാത്തെ? സോറി സർ, ഞാൻ കുറച്ച് തിരക്കായിപ്പോയി. എന്നെ എപ്പോഴെപ്പോഴും കാണാൻ വരണമെന്നില്ലേ. എന്തേലും ഉണ്ടെങ്കിൽ സാറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഒന്ന് കാണാൻ വേണ്ടിയല്ലേ. ഒരു മറുപടിയെങ്കിലും തന്നൂടെ നിനക്ക്? സർ ഒരു നിമിഷം, ഇത് സിനോയ്. ഞങ്ങളുടെ കല്യാണമാണ് അടുത്ത ആഴ്ച. ഞാൻ പറയാൻ മറന്നത്. വർഷം എപ്പോഴും പറയാറുണ്ട്. എന്താ ഇവിടെ മീറ്റിംഗ് വല്ലതും? നെക്സ്റ്റ് വീക്ക് മറക്കണ്ട, ഞങ്ങൾ വിളിക്കാൻ വരുന്നുണ്ട് അല്ലേ വർഷ? പിന്നെ സാറിനെയാ ആദ്യം വിളിക്കേണ്ടത്. അതെ. എടീ പാവം, ഇത്രക്കും വേണമായിരുന്നോ? നല്ലതുപോലെ ഫീൽ ചെയ്തിട്ടാ പുള്ളി പോയത്. ഏയ് അതൊന്നും കുഴപ്പമില്ല. ബിസിനസ് പിടിക്കാൻ കുറച്ചൊക്കെ അയഞ്ഞു നിൽക്കും. ആ ദിവന്മാരൊക്കെ പ്രേമമായിട്ട് കാണും. ഇയാളെ ഒഴിവാക്കാൻ പെട്ട പാട്. ഓ കിളവനായി, എന്നിട്ടും പ്രേമിക്കാൻ നടക്കുക. ആ നമുക്ക് നമ്മുടെ കാര്യം. ഡാഡ് എനിക്ക് സംസാരിക്കണം. പോ, എന്റെ മുമ്പിൽ നിന്ന് പോ. എനിക്ക് ആരെയും കാണണ്ട. പോവിടുന്ന്. എനിക്ക് പറയാനുള്ളതൊന്ന് കേക്ക് ഡാഡ്. പറയാനുള്ളതെല്ലാം അവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നീയൊന്നും പറയണ്ട. അമ്മയും മകളും കൂടെ മത്സരിച്ച് അഴിഞ്ഞാടി നടക്കുകയല്ലേ എന്നെ തോപ്പിക്കാൻ. എനിക്കാരെയും കാണണ്ട. ഓ ഓ ഡാഡ് പോവിടുന്ന്. ഞാൻ പറയട്ടെ. ഡാഡ് ഒന്ന്
എൻ്റെയും കുടുംബത്തിൻ്റെയും മരണത്തിന് ആരും ഉത്തരവാദിയല്ല. ജീവിതം മതിയായെന്ന് എൻ്റെ തീരുമാനത്തിന് എൻ്റെ ഭാര്യ മകളെ ഞാൻ ഒപ്പം കൂട്ടുക. ഇച്ചായ, നമ്മുടെ മോള കർത്താവിനോർത്ത് അവളെ ഒന്നും ചെയ്യല്ലേ ചായ. എന്ത് ശിക്ഷ വേണമെങ്കിലും എനിക്ക് തന്നു. മോളെ ഒന്നും ചെയ്യല്ലേ ചായ. മോളെ ഒന്നും ചെയ്യല്ലേ ചായ. രണ്ടിനെ ഞാൻ കൊല്ലുടി. എനിക്കിനി ജീവിക്കണ്ട. ഇതിന് മാത്രം എന്താ തെറ്റ് ഞങ്ങൾ ചെയ്ത്? കൊല്ല്, എല്ലാം നശിപ്പിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ മോളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരമ്മയ്ക്കും അത് സഹിക്കില്ല. ആദ്യം ചൈന എന്നെ ഇല്ലാതാക്കും. ഇത്രയും കാലം എന്റെ മോളുടെ എന്തെങ്കിലും ഒരു ഇഷ്ടം നടത്തി തന്നിട്ടുണ്ടോ? ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടോ? കൂട്ടിലിട്ട് പട്ടിയെ പോലെ തീറ്റ തന്ന് വളർത്തിയെന്നല്ലാണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? എന്റെ മോൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടായിട്ടുണ്ടോ? ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ മുമ്പിൽ വന്ന് അഭിനയിച്ച അത് സ്നേഹമാവോ? മോളെ ഓർത്താ ഞാൻ ഇത്രയും കാലം ജീവിച്ചേ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നിക്കില്ല. കൊല്ല്. എന്തിനാ അങ്ങനെ ഒരു ശവമായിട്ട് ജീവിക്കുന്നേ? നിങ്ങളുടെ ഇഷ്ടങ്ങൾ നടക്കട്ടെ. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? നിങ്ങൾ നല്ലൊരു ഭർത്താവാണോ? നല്ലൊരു അച്ഛനാണോ? എനിക്ക് നിങ്ങളെ കാണണ്ട. ഞാൻ പരാജയപ്പെട്ടു പോയി. എൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് എനിക്കറിയാൻ കഴിഞ്ഞില്ല. ജാൻസി, നിന്നെ മോളെ ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം നീ പറയരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷെ നീയും മോളും എന്നെ വഞ്ചിച്ചു. എനിക്കത് ചോദിക്കാനുള്ള യോഗ്യതയില്ല. കാരണം ഞാനും നിങ്ങളെ ചതിക്കുകയായിരുന്നു. എല്ലാം അവസാനിപ്പിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് മടങ്ങാന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കതിനും കഴിയുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ജീവിതം തരാൻ കഴിയാത്ത ഞാൻ പോവുകയാണ്. നാൻസി, എൻ്റെ മോൾക്ക് നീ ഒരു കുറവും വരുത്തരുത്. മോളെ, നീ ഡാഡിയെ വെറുക്കരുത്. നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ ഡാഡിക്ക്. എല്ലാ സ്നേഹവും ഈ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപഹാസ്യനായിട്ട് എനിക്കിനി മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ല. എൻ്റെ ജീവിതം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് എന്നോട് മാപ്പാക്കണം. എന്നോട് നിങ്ങൾ മാപ്പാക്കണം. ഹലോ ഹലോ ജിൻസി, എനിക്ക് പിന്നെ നാട്ടിൽ നിന്ന് വിളിക്കാൻ കഴിഞ്ഞില്ലടോ. ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. എൻ്റെ ഉമ്മ മരിച്ചടോ. എനിക്കിപ്പോ നിന്നെ കാണണം. എന്താണ്? എന്താ പ്രശ്നം? ഇവിടെ വീട്ടിലാകെ പ്രശ്നമാണ്. എടോ, താൻ കരയാതെ കാര്യം പറ. എന്താണ്ടായേ? ആ രാകേഷുവിനെ പറ്റിക്കായിരുന്നു. എടോ, താൻ കരയല്ലടോ. ഞാൻ വരാം.
എന്താ 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 ഇവിടെ പ്രശ്നം? ഡാഡി ഡോറ് തുറക്കുന്നില്ല. ഡാഡി ഡോറ് തുറക്കുന്നില്ലെന്നോ? വാ നോക്കട്ടെ. സാറേ സാറേ വാതിൽ തുറക്ക് സാറേ. സാറേ സാറേ വാതിൽ തുറക്ക്. അയ്യോ സാറേ സാറേ ഡാഡി കാണിച്ചേ സാറേ. ഇക്കരെ നിൽക്കുമ്പോൾ ഓർക്കും അക്കരെ പച്ചയെന്ന്. അത് ചുമ്മാതെയാ സാറേ. കുടുംബം, കുട്ടികൾ, ഇതൊക്കെ ദൈവത്തിന്റെ വരദാന. പണവും പ്രശസ്തിയും മാത്രം കുടുംബജീവിതം ആവില്ല സാറേ. എന്തിനൊക്കെയോ വേണ്ടിയുള്ള ആട്ടത്തിന്റെ കോലങ്ങളാണ് നമ്മളെല്ലാവരും. ആത്മബന്ധത്തിന് കെട്ടുറപ്പില്ലെങ്കിൽ നാളെ വൃദ്ധസദനങ്ങളും തെരുവുകളും അജ്ഞാത ശവങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടും. നിങ്ങൾക്ക് വേണ്ടിയൊന്ന് ഉറക്കെ പൊട്ടിക്കരയാൻ പോലും ആരും കാണില്ല. ജീവിതം അത് സ്നേഹിച്ചും സഹിച്ചും ക്ഷമിച്ചും കലഹിച്ചും ഈ ജീവിതത്തിലെ ആട്ടം അത് ആടി തീർക്കണം സാറേ.